ഒരാൾ സംസാരിക്കുന്നുണ്ട് ഖുതുബ നടക്കുമ്പോൾ, ആ സംസാരിക്കുന്ന വ്യക്തിയോട് നീ പറഞ്ഞു മൗനം പാലിക്കും, മിണ്ടാതിരിക്ക്. ഇപ്പം ഇയാൾക്ക് അറിയാം സംസാരിക്കാൻ പാടില്ല എന്നത്, അതുകൊണ്ടാണ് കൂടെയുള്ള ആളോട് സംസാരിക്കല്ലേ എന്ന് പറയുന്നത്. നല്ലതാണ് പറഞ്ഞത്, സംസാരിക്കരുത് എന്നാണ് പറഞ്ഞത്. വൽ ഇമാമു യഖ്തുബ്, എന്നാൽ ആ പറയുന്ന സമയത്ത് ഇമാം ഖുതുബ നിർവഹിക്കുന്ന സമയമാണെങ്കിൽ ഫഖദ് ലഗൗത, അവൻ്റെ ആ ജുമുഅയുടെ പ്രതിഫലത്തിൽ വീഴ്ച വരും, ജുമുഅയുടെ പ്രതിഫലത്തിൽ അവന് നഷ്ടം സംഭവിക്കും. അപ്പോൾ ഖുതുബ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് പോവുക, പിന്നെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, സംസാരിക്കുക, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മസ്സൽ ഹസ ഫഖദ് ലഗ. റസൂലുള്ളാഹിയുടെ പള്ളി താഴെ മണൽ വിരിച്ചതാണ്. ആ ജുമുഅക്ക് ഇരിക്കുമ്പോൾ ആരെങ്കിലും താഴെ കിടക്കുന്ന ആ ചരൽക്കല്ലൊന്ന് തൊട്ട് കളിച്ചാൽ, അഥവാ ആ കല്ലൊന്നെടുത്ത് അത് മിനുസണ്ടോ അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങോട്ട് മാറ്റി വെക്കുക, ആ താഴെ കിടക്കുന്ന കല്ലിൽ ഒരുത്തൻ കളിച്ച് അവൻ ആ ഖുതുബയുടെ ശ്രദ്ധയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഫഖദ് ലഗ, അവൻ്റെ ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെടും. എത്ര ഗൗരവമുള്ള വിഷയമാണ് ഖുതുബ എന്നുള്ളത്. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ അവിടെ കല്ലാണുള്ളത് എങ്കിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് മൊബൈൽ. ഖുതുബ തുടങ്ങിയിട്ട് മൊബൈൽ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് വെക്കുക അവിടുന്ന് അങ്ങോട്ട് വെക്കുക, അതുപോലെ പേൻ എടുക്കുക, പേപ്പർ എടുക്കുക, വേറെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതെല്ലാം ജുമുഅയെ ബാധിക്കുന്ന വിഷയമാണ്, പ്രതിഫലത്തെ ബാധിക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി നമ്മളെ താക്കീത് ചെയ്ത വിഷയമാണ്. ഇപ്പോൾ കാർപ്പറ്റിൽ കളിച്ചിരിക്കുക, ഇതൊന്നുമല്ല ഖുതുബ, ഇതൊന്നുമല്ല ജുമുഅയുടെ സമയത്തുണ്ടാകേണ്ടത്. ജുമുഅയുടെ സമയത്ത് അൽ ഇൻസാത്ത്, ശ്രദ്ധിച്ച് കേൾക്കലാണ്, ശ്രദ്ധയോടുകൂടെ ഖതീബ് നൽകുന്ന ഉപദേശങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ലാ ജുമുഅത ലഹു എന്ന് പറഞ്ഞാൽ യഹ്റുമു മിൻ അജ്രിൽ ജുമുഅ, ജുമുഅയുടെ അജ്ർ, ജുമുഅയുടെ പ്രതിഫലം അത് അവന് നഷ്ടമാകും. പള്ളിയിൽ നേരത്തെ വന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷേ ഈ അശ്രദ്ധ ജുമുഅയുടെ പ്രതിഫലമാണ് ഒരാൾക്ക് നഷ്ടപ്പെടുത്തുക. ഇപ്പോൾ ജുമുഅയിൽ ഉറക്കോ, ഒരു കല്ലിൽ കളിച്ചാൽ ഇത്ര ഗൗരവമാണെങ്കിൽ ജുമുഅക്ക് വന്ന് ഉറങ്ങിയാൽ, ജുമുഅക്ക് വന്ന് അശ്രദ്ധമായി പോയി കഴിഞ്ഞാൽ അതും പ്രതിഫലത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ജുമുഅയുടെ രാത്രി അന്ന് സുദീർഘമായി ഉറക്കൊഴിച്ചിരിക്കുക, സുദീർഘമായി രാത്രി സംസാരിച്ചിരിക്കുക, എന്നിട്ടത് ജുമുഅയെ ബാധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടുള്ളതല്ല. വളരെ ശ്രദ്ധയോടുകൂടെ ആ സമയം നാം നോക്കിക്കാണേണ്ടതുണ്ട്. ചില പള്ളികളിലൊക്കെ ജുമുഅ തുടങ്ങിയാൽ അവിടുന്ന് ഇങ്ങനെ ഒരു പിരിവിൻ്റെ ബോക്സ് അതിങ്ങനെ പോകും. ഖുതുബയുടെ ഇടയിൽ, വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ പിരിവ് നടക്കണം, ബോക്സ് ഇങ്ങനെ പോകും, ഓരോരുത്തരുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ. അത് അവരുടെ പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തുന്നത്. ചില ആളുകൾ ജുമുഅയുടെ സമയത്ത് തന്നെ പിരിവിന് വേണ്ടി ബോക്സും പിടിച്ച് പുറത്തു നിൽക്കാൻ. ഇതെല്ലാം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധയോടുകൂടെ ജുമുഅ നാം ഖുതുബ കേട്ട് ജുമുഅ നിർവഹിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും.